തൃശ്ശൂര് പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു വലിയ അപകടം നടന്നു. വെടിക്കെട്ട് അപകടം. 14-15 പേര് അവിടെ മരിച്ചു. ഞാനിന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഇതിന്റെ എല്ലാം ആവശ്യമുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്? കോടിക്കണക്കിന് രൂപ ചെലവാക്കി കേരളം ഒട്ടുക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടുക്ക്, കേരളത്തിൽ പ്രത്യേകിച്ചിട്ട് വേല പൂരം എന്നെല്ലാം പറഞ്ഞു കോടിക്കണക്കിന് രൂപ ആകാശത്തേക്ക് പൊട്ടിച്ചു കളയും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നിരപരാധികളായിട്ടുള്ള ആൾക്കാർ മരിച്ചു വീഴുന്നു, അവരുടെ കുടുംബം അനാഥമാവും. പലരും മുതലക്കണ്ണീരോടെ വരുന്നു, അഭിനയിച്ചു, ദുഃഖമൊക്കെ അഭിനയിക്കുന്നു, കുറെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് അവസാനം മറക്കുന്നു. വരുന്ന കൊല്ലങ്ങളിൽ ഇതേ ആവർത്തിക്കും. ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. ആനയെ കൊണ്ട് നിർത്തി വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി പടക്കം പൊട്ടിച്ച് മുകളിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വർണ്ണ കിരീടോ അല്ലെങ്കിൽ സ്വർണ്ണ വാളൊക്കെ സമ്മാനിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുക, എന്ന് സ്വന്തം കാര്യം നേടുക എന്നുള്ളതാണ് ഉദ്ദേശം. ആരാണ് ഈ ഭഗവാൻ? ആരാണ് ഈ ദൈവം? ഇതിനെല്ലാം ആശ്രയിച്ച് നിൽക്കുന്നുണ്ടോ ഭഗവാൻ എന്നൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ അവിടെ ചർച്ച ചെയ്യുന്നു. ഭഗവാൻ തന്നെ പറയുന്നു ഗീതയിൽ, അവജാനന്തി മാമൂട മനുഷ്യം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമബോധ മഹേശ്വരം. ഞാൻ ഒരു മനുഷ്യനെ ആശ്രയിച്ച് നിൽക്കുന്നില്ല. എന്റെ മഹേശ്വര ഭാവം അറിയാത്ത മൂഢന്മാര് ഞാൻ അവരെ ആശ്രയിച്ച് നിൽക്കുന്നവരാണെന്ന് കരുതി എന്നെ നിന്ദിക്കുകയും ചെയ്യുന്നത് പറയും. ഒരാളെയും ഭഗവാൻ ആശ്രയിക്കുന്നില്ല. അവജാനന്തി മാമൂട മനുഷ്യം തനുമാശ്രിതം പരംഭാവം അജാനന്ദം. ഈ ഭൂമിയെ, ജീവികളെയൊക്കെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നതിന് ഭഗവാനാണ്. സർവശക്തനാണ്. സർവത പാണിപാദം തത് സർവതോ അക്ഷശിരോമുഖം സർവത ശ്രുതിമല്ലോകെ സർവമാവൃത്യ തിഷ്ഠതി. അതാണ് ഭഗവാന്റെ നിർവചനം തന്നെ. സർവത പാണിപാദം തത്, എല്ലായിടത്തും കൈകാലുകളുള്ള. സർവത പാണിപാദം തത് സർവതോ അക്ഷശിരോമുഖം, എല്ലാ ഭാഗത്തും കണ്ണുകളും ശിരസ്സുകളും ഉള്ള. സർവത ശ്രുതിമല്ലോകെ, എല്ലാ ഭാഗത്തും ചെവികളുള്ള. സർവമാവൃത്യ തിഷ്ഠതി, എല്ലാറ്റിനെയും ആവരണം ചെയ്ത് കൊടുത്തിരിക്കുന്നു. അതാണ് ഭഗവാൻ. വേറെ സ്ഥലത്ത് തന്നെ ഭഗവാൻ പറയുന്ന ഗീതയിൽ, അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത അഹം ആദിശ്യമദ്യഞ്ച ഭൂതാനാമന്ദമേവച. എല്ലാവരുടെയും ആത്മവായു സ്ഥിതി ചെയ്യുന്നത് ഞാനാണെന്ന് പറയുന്നത്. എല്ലാ ജീവികളും, മനുഷ്യന്റെ മാത്രമല്ല. ഈശാവാസ്യമിതം സർവം എന്ന് മറ്റേ ഈശാവാസ്യമിനിസ്തി പറയുന്നത്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന പുഞ്ചീത മാ ഘൃത സഖസ്യ സിദ്ധനം. എല്ലാത്തിനെയും ആവരണം ചെയ്തുകൊണ്ട് ഈശ്വര സ്ഥിതി. അത് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം കാട്ടിക്കൂട്ടലാണ്. ഈ ലോകം മുഴുവൻ എന്ത് നിറഞ്ഞു നിൽക്കുന്നു എന്ന് യക്ഷൻ ധർമ്മത്തോടെ അടുത്ത് ചോദിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ. യക്ഷപ്രശ്നം ആ അജ്ഞത എന്ന് പറയും, അറിവില്ലായ്മ. ഈ ലോകം മുഴുവൻ മൂഢത നിറഞ്ഞു നിൽക്കുന്നു. വിദുരൻ മഹാഭാരതത്തിൽ പറയുന്നു, ഈ ലോകം മുഴുവൻ തമസ് നിറഞ്ഞു നിൽക്കുന്നു. 3 ലോകങ്ങൾ. ഇത് അന്ധതാമിശ്രം എന്ന നരകമാണ്. അങ്ങനെ ഈ മനുഷ്യര് പല കാട്ടിക്കൂട്ടൽ നടത്തി ഈ ഭൂമിയെ നരകമാക്കി മാറ്റി. എന്തൊക്കെ കാട്ടി? ഭഗവാന് വാള് സമ്മാനിക്കുക, ഭഗവാന്റെ പ്രതിഷ്ഠിക്കുന്ന സ്ഥലം മുഴുവൻ സ്വർണത്തിൽ ആക്കുക, ബാങ്കുകളെയൊക്കെ കവളിച്ച് പല സ്ഥലങ്ങളിൽ പോയി കഴിയുക. പല ആൾക്കാർ ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് എന്നിട്ട് സ്വന്തം കാര്യം നേടിയെടുക്കുക, അല്ലെങ്കിൽ ഞാൻ വലിയൊരാളാണെന്ന് കാണിച്ചു കൊടുക്കുക ലോകത്ത്. ഭഗവാൻ ശിവന്റെ അടുത്ത് പാർവതി ദേവി ചോദിക്കുന്നുണ്ട്, ഈ തീർത്ഥയാത്ര പോകുന്നവരുടെയൊക്കെ എന്താണ് ഗതി ചോദിക്കുന്നുണ്ട്. അതിന് ഭഗവാൻ കൊടുത്ത മറുപടി,
ഇതം തീർത്ഥം ബ്രാഹ്മന്തി താമസാഗത സ്വപ്നം തീർത്ഥം ജാനന്തി കഥം മോക്ഷം ശ്രീണപ്രിയ. അവിടെ മോക്ഷ, അവിടെ തീർത്ഥസ്ഥാനം, ഇവിടെ തീർത്ഥസ്ഥാനം എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാര് താമസന്മാരാണ് ദേവി. അവർക്ക് ഒരിക്കലും മോക്ഷം കിട്ടില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നത്. ഗീത തന്നെ പറയുന്നു, നാദത്തെ കസ്യചിത് ഭാവം നൈവ സുഹൃതം വിഭുഹു അജ്ഞാനീന ആവൃതം വിജ്ഞാനം തേന മുഖ്യം ദിജന്തമ. ഞാൻ ആരുടെയും പാപത്തെ പുണ്യത്തെ ഒന്നും സ്വീകരിക്കുന്നില്ല, ഭഗവാൻ പറയുന്നതാണ്. അറിവ് അജ്ഞാനം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ഈ അജ്ഞാനം കൊണ്ട് മൂടപ്പെട്ട അറിവ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. കോടിക്കണക്കിന് രൂപ വെറുതെ പൊട്ടിച്ചു കളയുന്നു, വെറുതെ പൊട്ടിച്ചു കളയും. ഭഗവാനെ പ്രീതിപ്പെടുത്താന്നുള്ള പേരിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടും. അതിന്റെ പേരിൽ ആളായിക്കൊണ്ട് നടക്കുന്നു പല ആൾക്കാരും, അറിവുള്ള പോലെയൊക്കെ സംസാരിക്കുന്നു. ഭഗവാൻ തന്നെ പറയുന്നു, പത്രം പുഷ്പം ബലന്തോയം യോമേ ഭക്തി പ്രയച്ചതി തദഹം ഭക്തോപഹൃതം അശ്നാമി പ്രേതാത്മന. എനിക്ക് ഇലയോ പൂവോ പഴങ്ങളോ ജലമോ ആരർപ്പിക്കുന്നു അതിനെല്ലാം ഞാൻ സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ ഭഗവാന് നാമം കൊണ്ട് കീർത്തനം ചെയ്താണ്. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. ഭഗവാന് ഭജിച്ചാൽ മതി. അതിനെല്ലാം പകരം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതിന് ഒരുപാട് ആൾക്കാർ, നിരപരാധിയായുള്ള ആൾക്കാർ മരിച്ചുപോയി അന്ധവിശ്വാസത്തിന്റെ പേരിൽ. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്നു എന്തൊക്കെ കോടിക്കണക്കിന് രൂപ. ഈ സമൂഹത്തിന് എത്രയോ ആൾക്കാർ ക്യാൻസർ രോഗികളായിട്ടും ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടും മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെയും പഠിക്കാൻ പൈസ ഇല്ലാതെയും എവിടേക്കോ കഴിയും. നമ്മളെല്ലാം വായിച്ചില്ല, ഈയിടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത് ഒരു 15,000 രൂപ ലോൺ എടുത്താണ്, അത് അടയ്ക്കാൻ അതിന്റെ പേരിൽ, ആ ലോൺ ആപ്പിന്റെ പേരിൽ എത്രയോ നിലയുള്ള ബിൽഡിംഗ് ചാടി ആത്മഹത്യ ചെയ്തു. കുട്ടികൾ പഠിക്കാൻ പൈസ ഇല്ലാതെ പല ഇതിൽ പെട്ടുപോകും. കുട്ടികളെ സഹായിച്ചുകൂടെ? അല്ലെങ്കിൽ എത്രയോ രോഗികളുണ്ട്, അവരെ സഹായിച്ചുകൂടെ? പലരും വിവാഹം കഴിച്ചു കൊടുക്കാൻ വഴിയില്ലാതെ കഴിയും, അവർ സഹായിച്ചുകൂടെ? ചെയ്യില്ല. ഇതിന്റെ അനന്തരഫലം എന്താണ്? ഏതൻസില് പെരിക്ലിസ് പറഞ്ഞ തത്വചിന്തകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര് സ്വന്തം വയറിനും ഉദരത്തിനും, വയറിന് ഉദരം, ഉപസ്ഥത്തിന്, ഉപസ്ഥ പറഞ്ഞ ആ വയറിന് താഴെയുള്ള സംഭവം തന്നെ വേണ്ടി ജീവിക്കുന്നു, അവരുടെ രാജ്യം നശിച്ചു എന്ന് പറയുന്നത്. ഉദരത്തിനും ഉപസ്ഥലത്തിനും വേണ്ടി നമ്മുടെ നാട് അങ്ങനെയായി മാറി. ഉദരത്തിനും ഉപസ്ഥത്തിനും വേണ്ടി ഭഗവാനടക്കം കൈക്കൂലി കൊടുക്കുന്ന കാര്യങ്ങൾ നടക്കാൻ കൈക്കൂലി കൊടുക്കണം. എല്ലാ ഭാഗത്തും കറപ്ഷൻ, ഒരു കാര്യം നടക്കാൻ വഴിയില്ല. 1000 മുടക്കിട്ട് കൈക്കൂലി വാങ്ങിക്കുന്നു, ഭഗവാന് കൈക്കൂലി. ഉദരത്തിനും ഉപസ്ഥത്തിനും വേണ്ടിയിട്ട്, വയറിനും ജന്മേന്ദ്രിയത്തിനും വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ ഈ രാജ്യം അടിമയോ? അധികകാലമൊന്നും കാത്തിരിക്കേണ്ട. നമ്മുടെ നാട് ആയിരക്കണക്കിന് വർഷം അടിമകളായിരുന്നു. അന്നത്തെ ജനങ്ങളെ നമ്മളൊന്ന് ചരിത്രമായിട്ട് വിലയിരുത്തി നമുക്ക് കാണാൻ സാധിക്കും, ഈ ഉദരത്തിനും ഉപസ്ഥത്തിനും വേണ്ടി എന്ത് ചെയ്യുന്ന ആൾക്കാർ. അതിനോടൊപ്പം വിദേശ ശക്തികളൊപ്പം തന്നെ നിന്ന് പൊരുതിയ ആൾക്കാരുണ്ടാവും. ഉദരത്തിനും, സ്വന്തം ഉദരത്തിനും ഉപസ്ഥത്തിനും, കുടുംബത്തിന്റെയും ഉദരത്തിനും ഉപസ്ഥത്തിനും വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പൊ സെയിം അതേപോലെ തന്നെ ആയിരിക്കും. അധികകാലമൊന്നും വേണ്ട, ഒരു 10-50 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ ജനിച്ച നാട്ടിൽ അടിമകളോ? സംശയമാണ്. ഇത് നമ്മൾ ചരിത്രം വിശ്വസിച്ച്, ചരിത്രം ഒന്ന് നമ്മുടെ നാടിന്റെ ഒരു 1000 കൊല്ലത്തെ ചരിത്രം ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ നമ്മൾ എന്ത് പഠിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ,
വട്ടക്കുമ്പളം, വട്ടപ്പൂജ്യം ഒന്നും പഠിച്ചില്ല എന്നുള്ളത്. ഇതാണ്. അതുകൊണ്ട് എന്തായി, പെരിക്ലിസ് പറഞ്ഞ പോലെ ഉദരത്തിനും ഉപസ്ഥത്തിനും വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ, സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാർ, അവരെ നാട് നശിച്ചു. സംശയമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഭഗവാനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ നമ്മുടെ സഹജീവികളെ സഹായിക്കാനുണ്ട് ആ പൈസ കൊണ്ട്. അല്ലാതെ ഇതേപോലെ ആകാശത്തേക്ക് പൊടി പൊട്ടിച്ചിട്ട് ഭഗവാനെ ഒരിക്കലും പ്രീതിപ്പെടാൻ പോകില്ല. അജ്ഞതയാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ആരുടെയും പാപത്തെ ഞാൻ സ്വീകരിക്കുന്നില്ല, ആരെയും ഞാൻ ആശ്രയിച്ചു നിൽക്കുന്നില്ല, നിങ്ങളെല്ലാം ആത്മാവായി നിൽക്കുന്നത് ഞാനാണ് എന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. എനിക്ക് പ്രിയനായിട്ടോ ശത്രുവായിട്ടോ ആരുമില്ല. സമൂഹം സർവഭൂതേഷു ഞമേ ദേഷ്യോസ്തിന പ്രിയ ഏ ഭജന്തു മാം ഭക്ത്യ മൈദേദേഷു ചാപ്യം. എനിക്ക് ശത്രുവില്ല, മിത്രവുമില്ല. ആരെന്നെ ഭജിക്കുന്നുവോ ഞാൻ അവരിലും അവർ എന്നിൽ സ്ഥിതി ചെയ്യുന്നു. എല്ലാവർക്കും ഭഗവാന് മുന്നിൽ OBC എന്നോ അല്ലെങ്കിൽ SC ST അല്ലെങ്കിൽ ബ്രാഹ്മണെന്നോ ആരും, എല്ലാവരും ഒന്നാണ്. ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഉയർന്നവൻ താഴ്ന്നവൻ അറിവില്ലായ്മ. എല്ലാരെയും ഞാൻ സമൂഹം സർവഭൂതേഷു, ഞാൻ സകല ജീവരാശികളിൽ തുല്യനാവും ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആൾക്കാർ ഒന്ന് വിചിന്തനം നടത്തണം. അതേപോലെ ഇതിന് പെർമിഷൻ കൊടുക്കുന്ന ആൾക്കാർ അവിടുത്തെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. ഇതൊക്കെ വലിയ നിയമങ്ങളൊക്കെ ഉണ്ട്, ഒന്നും നടപ്പാകുന്നില്ല. കണ്ടങ്ങളിൽ യാതൊരു സുരക്ഷിതത്വം ഇല്ലാതെ നടന്നു. അവിടുത്തെ വീടുകളൊക്കെ നശിച്ചുപോയി, എത്ര ആൾക്കാർ മരിച്ചുപോയി. കൊല്ലത്തിന് മുമ്പ് 100ഓളം ആൾക്കാർ മരിച്ചിട്ടുണ്ട്. എത്രയോ ആൾക്കാർ ഓരോ കൊല്ലവും മരിക്കും. ഇതൊന്നും ഇവിടെ പറഞ്ഞുകൊണ്ട് ആരും മൈൻഡ് ചെയ്യുകയൊന്നുമില്ല. പക്ഷെ വെറുതെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഭഗവാൻ ഇതിനെയൊന്നും ആശ്രയിച്ച് നിൽക്കുന്നില്ല. ഭഗവാന്റെ അമ്പലങ്ങളൊക്കെ സ്വർണ്ണമാക്കി കൊടുത്തവരിന്ന് ബാങ്കുകളെയൊക്കെ പഠിച്ച് വിദേശത്ത് കഴിയും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഭഗവാനൊന്നും അവരോട് പ്രീതിപ്പെടുകയൊന്നുമില്ല. തെറ്റിദ്ധാരണ. ഈ ലോകം മുഴുവൻ അറ്റത്ത് നിറഞ്ഞു നിൽക്കുന്നു. ഇതിന് അന്ധതാമിശ്രം നരകമെന്ന് വിതുരർ പറഞ്ഞു. അതിന് നരകമാക്കിക്കൊണ്ടേ ആൾക്കാരായിരിക്കും. എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിചിന്തനം ചെയ്യണം. ഇതിന്റെ എല്ലാം ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. ഇവിടെ നമ്മളുടെ തലമുറയുള്ള കുട്ടികളെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യമുള്ളവരാക്കി മാറ്റാൻ ഈ പൈസ എല്ലാം ഉപയോഗിക്കണം. നമുക്ക് നിറയെ ഡോക്ടർമാരെ ഈ ലോകത്തിന് മുഴുവൻ ആവശ്യമുണ്ട്, എഞ്ചിനീയർമാരെ ആവശ്യമുണ്ട്, കമ്പ്യൂട്ടർ വിദഗ്ധന്മാരെ ആവശ്യമുണ്ട്. ആ കുട്ടികൾക്കെല്ലാം സഹായിക്കണം. നമ്മളുടെ ഒരു സഹായം കിട്ടാത്ത പാവങ്ങൾക്ക് ഈ പൈസ ഉപയോഗിക്കണം. നമ്മൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചാൽ കാണാൻ സാധിക്കും, പരിതാപകരമായിട്ട് ആൾക്കാർ കഴിഞ്ഞു. റോഡുകളിലും മനുഷ്യരാണെന്നുള്ളത് പോലും ഇല്ലാതെ മൃഗതുല്യമായിട്ട് ഒന്ന് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവരെല്ലാം ഈശ്വരന്റെ പ്രതിരൂപങ്ങളാണ്. ഈശാവാസ്യം ഇതം സർവം. അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ പൈസ എല്ലാം ഉപയോഗിക്കണം. അല്ലെ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം. ഇതൊരു വാദപ്രതിവാദത്തിന് വേണ്ടി പറഞ്ഞല്ല, ഒന്ന് ആലോചിക്കണമെന്ന് മാത്രം